സുരേഷ് നമസ്കാരം. നമസ്കാരം. അമ്മ അന്ന് എന്നെ വിളിച്ചിരുന്നു. അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. അമ്മ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു കേട്ടോ. അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന, ഈ ലോകത്ത് എല്ലാ സ്നേഹിക്കുന്ന അമ്മമാർക്കും, ഏട്ടന്മാർക്കും, അനിയന്മാർക്കും, എന്റെ സഹോദരന്മാർക്കും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എന്നെ ഒന്ന് കാണാത്തപ്പോ ഒന്ന് അന്വേഷിക്കാൻ ഇത്ര ആളുണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഭാഗ്യവാനാണ്. അപ്പൊ അത് ഏതൊരു മുഖം കിടക്കണ എന്നെ ഇത്രയും ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടല്ലോ. കാരണം സുരേഷ് മേപ്പാടി എന്ന് പറഞ്ഞ വ്യക്തിത്വത്തെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് യഥാർത്ഥം. ഡെയിലി ആഹാരം ആഹാരം വിശന്നാൽ മാത്രം കഴിക്കുക, വിശന്നിട്ടുള്ള കഴിക്കാൻ പാടില്ല. ദാഹിച്ചാൽ മാത്രം കുടിക്കുക, ദാഹിച്ചിട്ടുള്ള കഴിക്കാൻ പാടില്ല. അപ്പൊ തന്നെ അവിടെ മരുന്നായി മാറി. ഇതിനെ അറിയാണ്ട് നിറയ്ക്കുമ്പോൾ ശരീരം എടുക്കുന്നത് വിശക്കുമ്പോൾ മാത്രമേ രക്തത്തേക്കും എല്ലാ സ്ഥലത്തേക്കും എടുക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മളെ ഈ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരീരത്തിന് രക്തത്തിന് വേറെ ടെസ്റ്റ്, മൂത്രത്തിന് വേറെ ടെസ്റ്റ്, മലത്തിന് വേറെ ടെസ്റ്റ് വേണ്ട. നിങ്ങൾ ആഹാരം കഴിക്കുമ്പോ എങ്ങനെയാ ആഹാരം കഴിക്കുന്നത്? ഒരു ഇതിലൂടെ മാത്രമേ കഴിക്കുന്നു ഒറ്റ. അപ്പൊ ശരീരം വേണ്ടതിനെ ഗ്രഹിച്ചെടുക്കുന്നുണ്ടോ? അല്ലേ? അപ്പൊ കിഡ്നികൾ ആയി, ലിവറിനുള്ള ഹാർട്ട്. അപ്പൊ ഈ ശരീരം വേണ്ടതിനെ ഗ്രഹിച്ചെടുക്കാൻ പറ്റിയതാണെന്നുള്ളത് മനസ്സിലായോ? ഇത് മനസ്സിലാക്കാണ്ടാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ടീച്ചർമാർക്കാണ് പഠനം വേണ്ടി. ടീച്ചർമാര് ഇത് അറിഞ്ഞിട്ട് അവർ എഴുതി വെച്ചത് പഠിച്ചത് കൊണ്ട് അവർക്കറിയില്ല കെമിക്കൽ. അപ്പോ ഇതിനെ ഇത്രയും ഫോഴ്സായിട്ട് കൊടുക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക സമ്പന്നം കൊണ്ട് എല്ലാം കൊണ്ടും ഹിറ്റാണ്. നമ്മളെ ഇന്ത്യക്കാരെ ബ്രെയിനിനെ വിലക്ക് വാങ്ങി. അപ്പൊ നമ്മളെ ഇന്ത്യക്കാർ എഴുതി വെച്ചത് മാത്രം പഠിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഓരോ മലയാള വാക്കുകൾ, ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയ മാതിരി ജീവിതത്തിലും ഈ ശൈലി കൊണ്ടുവരാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഇന്ന് എത്ര ഡയാലിസിസ് പേഷ്യന്റ് ഉണ്ട് അറിയോ? എത്ര ഗുളിക കഴിക്കുന്ന പേഷ്യന്റ് ഉണ്ട്? എത്ര കൈ കട്ട് ചെയ്ത്, കാല് കട്ട് ചെയ്ത്, കൈ മുറിച്ച്, ഇതൊന്നും മുറിക്കേണ്ട ആവശ്യമില്ല. വലിയൊരു മാഫിയാണ് ഇത് പ്രവർത്തിക്കുന്നു. അപ്പോ ഇത് ഇന്ത്യയിൽ നിന്ന് പഠിക്കുന്ന ഓരോ കുട്ടികളും ഇത് ബിസിനസ് ആണ്. ഇത് ജനങ്ങൾക്ക്, നമ്മൾക്ക് എത്രമാത്രം ഗുണമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഒന്ന്, ഇന്ന് അവൻ പഠിച്ചു, ഇത് അറിയാണ്ട് ഗുളിക 10 പേർക്ക് കൊടുത്തു. എന്നാൽ നാളെ അവന്റെ മകനാണ് ഇവിടെ കയറി വരുന്നത്. അവനക്ക് ഇതായിരിക്കും ഗതി, രോഗിയായിട്ട് വരുന്നത്. അപ്പൊ ഈ ടീച്ചർമാർ ഈ കുട്ടികൾ ഈ വീഡിയോ അതാണ് കാണിക്കണം എന്ന് പറഞ്ഞത്. മനസ്സിലായി? അപ്പൊ ശരീരം എന്താണ്, ശരീരത്തിന്റെ പാർട്സ് എന്താ, പ്രവർത്തനം അങ്ങനെ. ആഹാരം വിശന്ന് കഴിച്ചാൽ മരുന്നായി മാറി, ദാഹിച്ച് കഴിച്ചാലും മരുന്നായി മാറി. അല്ലാണ്ട് കഴിക്കുന്നതൊക്കെ വിഷമായി മാറുന്നു. ഇതിനെ മനസ്സിലാക്കി എടുക്കുക. എന്നാൽ മാത്രമേ ഈ ലിവർ ബ്ലോക്ക് ആണെന്ന്, കിഡ്നി ബ്ലോക്ക് ആണെന്നൊക്കെ മുൻകൂട്ടിയെ അറിയാം. ഒരുപാട് ഇപ്പോ മലബന്ധം, ഇപ്പൊ ഇന്ന് ബാത്റൂമിൽ പോകാണ്ട് ആഹാരം കഴിക്കുന്നതും ബാത്റൂമിൽ പോയിട്ട് ആഹാരം കഴിക്കുന്നതും രണ്ടാണ് അല്ലേ? അപ്പൊ ഇത് ശരീരത്തിനെ വ്യത്യാസമായി കാണിക്കും. ഇങ്ങനെ ഒരു 10 ദിവസം ബാത്റൂമിൽ പോയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെ രക്തം കേടുവരുന്നു, ശരീരത്തിൽ ബ്ലോക്കുകൾ കൊടുക്കുന്നു. പറഞ്ഞ മനസ്സിലായോ? പലർക്കും പലതും പറയാനുണ്ടാവും. എന്നാൽ ഇതാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. ആഹാരം എന്ത് കഴിക്കണം? ദഹിക്കുന്ന ആഹാരത്തെ കഴിക്കുക. ഇന്ന് വിശന്നിട്ടില്ല, വിശക്കാണ്ട് ആഹാരം തുടരുത്. ഇതൊക്കെയാണ് കാരണം. അപ്പോ ഇത് ചിന്തിക്കുക. കിഡ്നിക്ക് ഇപ്പോ നിങ്ങൾ മോഡൽ മെഡിസിന്റെ പുറകെ പോകുമ്പോൾ മോഡൽ മെഡിസിൻ എവിടെയാണ് പാർട്സ് കേടുവന്നത് അവിടേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഇത് സയൻസ് ആണ്. എന്നാൽ പ്രകൃതിയിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരു അസുഖം വന്ന് അത് എങ്ങനെ വന്നു, എവിടെ കൊണ്ട് വന്നു, എത്ര കാലമായിട്ട് വന്നു, അത് കാണുന്ന ഈ ചെക്കപ്പ് ഇല്ലാണ്ട്, സ്കാനിങ് ഇല്ലാണ്ട് അറിയണ, എന്റെ കുറിച്ച് ഞാൻ പറയാം, അറിയണ വൈദ്യൻ അങ്ങനെ ചെയ്യാം. സ്കാനിങ് ചെക്കപ്പ് ഞാൻ എടുക്കുന്നില്ല, ഞാൻ ഡോക്ടറെ കൊണ്ട് പറയും. അതെന്തുകൊണ്ട്? അതിനെക്കുറിച്ച് ഗ്രഹിക്കാനും അതിന്റെ ഓറാസിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മനസ്സിലാകും സംഗതി ഇവിടെയൊക്കെയാണ് കംപ്ലൈന്റ്. അപ്പോ ശരിക്കും കംപ്ലൈന്റ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലാണ് വരുന്നത്. കിഡ്നി ഇവിടെയാണെങ്കിൽ അത് അവിടെ പെട്ടെന്ന് കേറി വരുന്നില്ല. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി പോരാ. ഭക്ഷണത്തിന്റെ ഇതിൽ എത്ര എനർജി ഉണ്ട്, എത്ര ക്വാളിറ്റി ഉണ്ട്, എത്ര ഗന്ധമുണ്ട്, എത്ര വേണ്ടതുണ്ട്, വേണ്ടാത്തതുണ്ട്, ഇത് അറിയുന്നില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് ഭക്ഷണത്തെ മലമാക്കി തരുന്ന സാധനം 3 മണിക്കൂറാവും. എന്നാൽ അത് മലമാക്കി തരുന്ന സാധനത്തിനറിയാം ഏതൊക്കെ വേണം വേണ്ടാന്നോ. ഇപ്പൊ ഒരു അഴുക്ക് ചാലിൽ ഒരു ചെടി നട്ടു. ആ ചെടി നടുമ്പോ അത് അഴുക്കിനെയാണ് വലിക്കുക. ആ അഴുക്കിനെ തെളിച്ച് വെളുത്ത നല്ല സാധനത്തിനെ വലിച്ചെടുക്കും. അതേമാതിരിയാ ശരീരം. അപ്പൊ ഇതിന് വേറെ ചെക്കപ്പ്, സ്കാനിങ് ഒന്നും വേണ്ട. അതേമാതിരി കിഡ്നി വേറെ കേടുവരില്ല, ലിവർ വേറെ എന്നാൽ ഇത് മുൻകൂട്ടിയെ അറിയാം നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക്. അവൻ ആത്മാർത്ഥമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പറയാൻ പറ്റില്ല. അതാണ് പ്രകൃതി. അപ്പോ ഇതാണ് സയൻസ്. പ്രകൃതിയിലേക്ക് വന്നാൽ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് മാറ്റാം. അത്ഭുതങ്ങൾ ഭയങ്കര അത്ഭുതമായിട്ട് പറഞ്ഞു വന്നിട്ടുണ്ട്. എന്തൊക്കെ? അത്ഭുത ഭക്ഷണം, അത്ഭുത കാര്യങ്ങൾ, കഴിക്കുന്ന ഭക്ഷണം തന്നെ മരുന്ന്, വേറെ എക്സ്ട്രാ വേണ്ട.
അങ്ങനെയാണ് നമ്മൾ പ്രകൃതി ചികിത്സയിൽ കൊണ്ടു നടക്കുന്നത്. മൂത്രക്കല്ല് സിമ്പിളായിട്ട് മാറ്റാം, പിന്നെ കിഡ്നി സ്റ്റോൺ സിമ്പിളായിട്ട് മാറ്റാം. അതേമാതിരി കിഡ്നി മുറിക്കേണ്ട ആവശ്യം വരുന്നില്ല, ലിവർ മുറിക്കേണ്ട ആവശ്യം വരുന്നില്ല, സെപ്പറേറ്റ് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭക്ഷണം കൊടുക്കുമ്പോൾ എടുക്കുന്ന ശരീരം ഇടയിന്ന് ഒരു സാധനവും കംപ്ലൈന്റ് ആകാൻ ചാൻസ് ഇല്ല. നിങ്ങളെ അച്ഛന് സ്ഥിരമായിട്ട് തലവേദന ഉണ്ടാവും, കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് തലവേദന ഉണ്ടോ, ഇല്ലെങ്കിൽ വയറുവേദന ഉണ്ടോ, ഇല്ലെങ്കിൽ പല്ലുവേദന ഉണ്ടോ, എന്താണ് എവിടെ സ്ഥിരമായിട്ട് വരുന്നത്, അപ്പൊ ശരീരത്തിൽ എന്തോ കുഴപ്പമുണ്ട്. അറിയുന്ന വൈദ്യനെ കാണിക്കുക, ഇല്ലെങ്കിൽ അറിയുന്നവനെ കാണിക്കുക. ഇല്ലെങ്കിൽ പിന്നെ ആഹാരത്തിന്റെ കുഴപ്പമായിരിക്കണം. രാത്രി എന്ത് കഴിച്ചു, ഇന്നലെ എന്ത് കഴിച്ചു, എന്താ ദഹിക്കാത്ത, ഇതൊക്കെ പഠിക്കുക. ഷുഗറിനെ എന്നെങ്കിലും അവർക്ക് പൂർണ്ണമായി മാറ്റാൻ പറ്റുന്നുണ്ടോ? കൺട്രോൾ കുറെ കഴിയുമ്പോൾ കിഡ്നി ഫെയിലായി, അപ്പോ അതിനെക്കാട്ടിയും ഡബിൾ ആയിട്ട് ഡോസുള്ള സാധനം കുത്തിക്കയറ്റും, ഡയാലിസിസ് ചെയ്യും, ഇൻസുലിൻ ചെയ്യും. ഇൻസുലിൻ ഏൽക്കാണ്ട് വരുമ്പോ ഡയാലിസിസ് ചെയ്യണം, കീമോ ചെയ്യണം. ഇങ്ങനെ പല ഈ എക്വിപ്മെന്റ് കൊണ്ട് മനുഷ്യനെ ഈ കുത്തിവെക്കുന്നവനെ തന്നെ അറിയില്ല. ഇപ്പോ ഇവിടെ തന്നെ ഡയാലിസിസ് ചെയ്യാൻ തന്നെ ഒരു കൂട്ടം നടന്നുകൊണ്ടിരിക്കുക, ഗുളിക കൊടുക്കാനായിട്ട് ഒരു കൂട്ടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിത്യരോഗികളാക്കി മാറ്റുന്നത് ഈ സമൂഹം തന്നെ. അപ്പൊ നമ്മൾ ഉണരണം എന്ന് പറഞ്ഞത്, ഇന്ത്യയിലുള്ള ഒരുത്തനും പിന്നെ തലയില്ലാത്തവനോ ബാഡിയല്ല, അറിവുള്ളവനാ. പറഞ്ഞു മനസ്സിലായോ? അപ്പോ അവൻ ചിന്തിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്രയും ഞാൻ ഇതിന്റെ മുമ്പ് പറഞ്ഞ ആൾക്കാരൊക്കെ അവരവരെ സ്റ്റുഡന്റിനും കുട്ടികൾക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, വീഡിയോ കാണിച്ചു കൊടുക്കണം എന്ന് പറയും. ഒരു കാര്യം ഉറപ്പാണ്, നമ്മള് താമസിക്കുന്ന നമ്മുടെ ഈ സമൂഹത്തില്, നമ്മുടെ ഈ ചുറ്റുപാടില് നമുക്ക് ആവശ്യമുള്ള മെഡിസിൻസ് ഇറങ്ങുന്ന മരുന്നുകളുണ്ട് നമുക്ക്. ഇപ്പൊ നമ്മളിപ്പോ ചവിട്ടുന്ന മണ്ണും കാണുന്ന പച്ചിലകളും ഇതൊക്കെ മരുന്നാണ്, ഇതൊക്കെ മരുന്നുകളാണ്. എന്നാൽ അറിയില്ല. ഇവൻ മോഡേൺ മെഡിസിന്റെ പുറകെ തലമുറയ്ക്ക് തീരെ അറിയില്ല. ഇവൻ നമ്മുടെ തലമുറയ്ക്ക് ഇപ്പൊ സുരേഷിന് അറിയാം, പക്ഷെ എനിക്ക് പോലും എല്ലാ മരുന്നുകളും ചെടികളും ഏതാണെന്ന് അറിയില്ല. സത്യത്തിൽ നമ്മളെ നമ്മുടെ അമ്മൂമ്മ അവരൊക്കെ അവർക്ക് ഇതിനൊക്കെ കുറിച്ചറിയാം. അവര് പഴയ കാലത്തും മോഡേൺ മെഡിസിൻ അല്ല ഉപയോഗിച്ചിരുന്നത്. അവരിപ്പോ എന്തോ കാരണത്താൽ ഇപ്പൊ വയറിന് എന്തെങ്കിലും ഒരു ശോധന കുറവ് വന്നു, അല്ലെങ്കിൽ തലവേദന വന്നു, അല്ലെങ്കിൽ എന്ത് വന്നാലും അവർ ആ രീതിയിലുള്ള ആയുർവേദ പച്ചമരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ അന്ന് നല്ല റിസൾട്ടും ഉണ്ടാവും. ഇപ്പൊ അതിന് പുതുതലമുറയ്ക്ക് അറിയില്ല. പുതുതലമുറ ഇപ്പത്തെ കുട്ടികൾ മൊബൈൽ ഈ 10 കൊല്ലത്തിന്റെ ഇങ്ങോട്ട് ജനിച്ച കുട്ടികൾക്ക് മൊബൈൽ ബോയ്സ് ആണ്, മൊബൈൽ ബോയ്സ്. അതേമാതിരി ബോയിലർ കോയി ബോയ്സ് ഗേൾസ്. അപ്പൊ ഇതിനെ ഇത്ര കഥ പറഞ്ഞാലും ഒരുപാട് കഥ കേട്ടിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥാനത്തുള്ള ആൾക്കാരുണ്ടല്ലോ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ സ്ഥാനത്തുള്ള ആൾക്കാരൊക്കെ വഴിതെറ്റിക്കുകയാണ്. എന്തുകൊണ്ട്? പനിയല്ല, ഉടനെ ഗുളി കുടിക്കണം കേട്ടോ. നാളെ പന്നിപ്പനി ഇറങ്ങിയിട്ടുണ്ട്, പട്ടിപ്പനി ഇറങ്ങിയിട്ടുണ്ട്. ഈ പട്ടിയിൽ നിന്നല്ല പനി വരുന്നത്, മനുഷ്യരിൽ നിന്ന് തന്നെ വരുന്നത്. പന്നിയിൽ നിന്ന് തന്നെ അല്ല വരുന്നത്, മനുഷ്യരിൽ നിന്ന് വരുന്നത്. നീ കഴിക്കുന്നത് നിന്റെ ശരീരത്തേക്ക് ആഗ്രഹം. ഒരാളെ ശരീരത്തിന് നിന്റെ ശരീരം അത്ര ഇമ്മ്യൂണിറ്റി കുറഞ്ഞാൽ മാത്രമേ പകരുള്ളൂ, അല്ലെങ്കിൽ പകരൂല. അപ്പൊ നിന്റെ ശരീരത്തിൽ പനി വരാനും തലവേദന വരാനും കാരണക്കാരൻ നീ തന്നെ. അത് മനസ്സിലാക്കാനും, നിന്റെ ചോറ് കഴിക്കുമ്പോൾ നിന്റെ രക്തത്തേക്കും പാർട്സിലേക്കും ലിവറിലേക്കും ഈ ആഹാരം വേറെ ഗ്രഹിച്ചെടുക്കുകയാണെങ്കിൽ, അപ്പോൾ നീ ഈ കാണുന്ന കുഞ്ഞുങ്ങളും അച്ഛന്മാരും ടീച്ചർമാരും ഡോക്ടർമാരും മനസ്സിലാക്കുക, ഇത് ഓട്ടോമാറ്റിക് ശരീരം, ഓട്ടോമാറ്റിക് മെഡിസിൻ ആണ്. ഈ ലോകത്ത് ഏറ്റവും വലിയ അത്ഭുതം ശരീരമാണെന്ന് ഇത് മനസ്സിലാകാത്തോളം കാലം നീ പുറത്തുനിന്ന് ഗുളിക വാങ്ങിയിട്ടും ഡയാലിസിസും. അപ്പൊ അമേരിക്കക്കാരൻ ചിരിക്കുകയാണ്. ഒരുപാട് ടാബ്ലറ്റും ഗുളികയും സെയിലാകുന്ന സ്ഥലം കേരളമാണ്, ഇന്ത്യയാണ്. ഇവിടുന്ന് പഠിച്ചിട്ട് പോയാൽ അവിടെ പോയിട്ട് ഡയാലിസിസ് കുത്തി വെക്കുക, കിഡ്നി മുറിക്കുകയാണ്, ലിവർ മുറിക്കുകയാണ്. അവൻ വേദം പഠിക്കുന്നു, പല പഠനം പഠിക്കുന്നു, പല മതങ്ങൾ പഠിക്കുന്നു, എന്നിട്ടും മന്ദബുദ്ധിയാകുന്നു എന്ന് പറയുമ്പോഴാണ് വേദന വരുന്നത്. എന്നാൽ ഇതിന്റെ ഒക്കെ ഉപരി ദൈവമുണ്ട്, പിശാചുണ്ട്. 2 ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ പിശാചിക ശക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇവിടെ ലോകത്തുള്ള എല്ലാ ലൗകിക സുഖങ്ങൾക്കും അഡിക്റ്റാക്കി നിങ്ങളെ കണ്ണുകൾ മറയ്ക്കുന്നു. ദൈവമെന്ന ശക്തി നിങ്ങളെ ഇല്ലെങ്കിലും ഉള്ളതിൽ കഞ്ഞി കുടിപ്പിക്കുമ്പോൾ നിങ്ങൾ തെളിഞ്ഞ കണ്ണായി നിൽക്കും. മറ്റേ ഉല്ലാസ യാത്രയ്ക്ക് പിന്നെ അപ്പോഴാണ് 5 ലക്ഷം കട്ടുണ്ടാക്കിയ പൈസക്ക് അവിടെ ഇറക്കുന്നത്. ഇത് എനിക്ക് വേദനയാകണമെന്ന്. കിഡ്നി മുറിക്കണം, ലിവർ, അച്ഛനക്ക് ലിവർ വേണം, കിഡ്നി വേണം, മോനക്ക്. ഇന്നലെ ഒരുത്തം വന്ന് പേഷ്യന്റ്, ഞാൻ നാളെ കിഡ്നി 5 ലക്ഷം റുപ്യക്ക് വിൽക്കാൻ പോകാം കേട്ടോ പറയുക. അപ്പൊ ഈ പാർട്സ് ഒക്കെ ഇരുട്ടിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മളെ പാർട്സ് ഇരുട്ടിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒരു ശരീരത്തിന് വേണ്ടാതിന് മലത്തെ തുപ്പുന്ന മാതിരി ഒരു അമ്മന്റെ വയറ്റിൽ നിന്ന് 6 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഈ ശരീരത്തെ 10 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് തുപ്പി വരിക. അപ്പൊ അതിന്റെ വളർച്ച പൂർണ്ണമായി. അപ്പൊ ഇത്രയും കറക്റ്റോ ചെയ്യുന്ന ശരീരം ഇതിന് എത്ര ബുദ്ധി ഉണ്ടാവും? അപ്പൊ മനുഷ്യനല്ല ബുദ്ധിയില്ലാത്തത്. ആ ബുദ്ധിയില്ലാത്തത് ആക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. ഞാൻ പറയുന്നു, ഞാൻ സത്യത്തില്
എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു വിശദ വിവരം ഓരോ ക്ലാസ്സുകളിലും ഓരോ ടീച്ചർമാർക്ക് വേണ്ടി ഞാൻ കൊടുക്കും ക്ലാസ്. സുരേഷ് എന്താണ് ഇതിനെ കുറിച്ച് പഠിച്ചിരിക്കുന്നത്? എന്താണ് ആധികാരികമായിട്ട് സുരേഷ് ഞാൻ ഈ സയൻസിനെ കുറിച്ച് ഒരുപാട് ഉൾക്കൊണ്ട അറിവുകളാണ് ഇതൊക്കെ. പഠനം ഞാൻ ഒരുപാട് വിദേശ വീഡിയോകൾ ഇതിനെ കുറിച്ച്. ഇപ്പോ മോഡേൺ മെഡിസിനെ കുറ്റപ്പെടുത്തില്ല, ഞാനും പണ്ട് കഴിച്ചിരുന്നല്ലേ. മോഡേൺ മെഡിസിൻ എമർജൻസിക്ക് നല്ലതാ, എന്നാൽ ഭാവിയിൽ ഫുൾ ടൈം കൊണ്ടുപോകുമ്പോൾ നിങ്ങളെ കൊതം കുത്തിക്കളയാം, നിത്യരോഗികളാക്കി നിങ്ങളെ സൈഡാക്കി കളയും. പൈസയും പോയി, പൊന്നും പോയി, പിന്നെ പണമില്ലാതെ ജീവിക്കാം. പണം തന്നിട്ടും ജീവൻ വേണ്ടേ? ജീവൻ ആരുടെ കയ്യിലാ? ദൈവത്തിന്റെ കയ്യിലാ. ആയുസ് വേണ്ടേ? ആരോഗ്യം വേണ്ടേ? ഇല്ലേ? ആരോഗ്യം ഇല്ലാത്തവൻ ഭാര്യ വരെ നോക്കൂല. അങ്ങനത്തെ കാലഘട്ടം. അപ്പോ എനിക്ക് വേദന, ഈ കുട്ടികളൊക്കെ കരയുമ്പോ അതിനാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ പറയാൻ കാരണം. ആയുർവേദ മെഡിസിൻ അല്ലെങ്കിൽ ജീവിത രീതികളെ കുറിച്ച് കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാൻ തയ്യാറാണെങ്കിൽ സുരേഷ് മേപ്പാടി പോകാൻ തയ്യാറാണോ? സത്യമായിട്ട് ഒരു ആരോഗ്യമായ കേരളം ഭാവിയിലേക്ക് ഉണ്ടാകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെ വിളിച്ചാൽ ഞാൻ എവിടെയായാലും പോയി സംസാരിക്കാനും ഇതിനെക്കുറിച്ച് ഡിസ്പ്ലേ പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും തയ്യാറാണ്. ആരോഗ്യമുള്ള കേരളം ആരോഗ്യമുള്ള നാടായി മാറണം. പിന്നെ ഇത് ലൈഫ് സ്റ്റൈലിലൂടെ എല്ലാ അസുഖത്തെയും മാറ്റാം എന്നാണ് ഞാൻ ഇത് പറയുന്നത്. ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഈ ആരോഗ്യം എന്ന ഈ ശരീരമുണ്ടെങ്കിലേ നിങ്ങൾക്ക് അമ്മയെ കാണാൻ പറ്റുള്ളൂ, അച്ഛനെ കാണാൻ പറ്റുള്ളൂ, കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, ടീച്ചറെ കാണാൻ പറ്റുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ. ഈ ലോക പഠനം എന്ന് പറഞ്ഞത് പിന്നെ കഴിവില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി പഠിച്ച് ഒരു ഇത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ എഴുതി കൂട്ടിയ ഒരു സെറ്റപ്പാണ്. എന്നാൽ അറിവുള്ളവനക്ക് അധികം പഠിക്കേണ്ട, ലോകത്തെ അവൻ ഗ്രഹിച്ചറിയും. ഈ മൃഗങ്ങളെ പോലെ, പശുക്കളെ പോലെ ഗ്രഹിച്ചറിയുന്നവനാണ് അവൻ. 4ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ ചിലപ്പോൾ 10ാം ക്ലാസ്സോ ഒക്കെ പഠിച്ചിട്ടുണ്ടാകാം, എന്നാൽ ഇതിനെക്കുറിച്ച് നല്ല ബോധം ഉണ്ടാവും. എന്നാൽ നിങ്ങൾ സ്കൂൾ ടീച്ചർമാര് ശ്രദ്ധിക്കുക, പഠിപ്പിക്കുമ്പോ പഠിക്കാത്ത കുട്ടിക്ക് എന്തുകൊണ്ട്? അവൻ പ്രകൃതിയാണ്, അവൻ പ്രകൃതിയാണ്. നീ ഗ്രഹിച്ച സാധനത്തെ അവൻ ഉൾക്കൊള്ളാൻ, ഈ ടാക്ക് ചെയ്യാൻ, ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവൻ കഴിവില്ലാത്ത കുട്ടിയല്ല. പഠിക്കുന്ന കുട്ടി അതുകൊണ്ട് മിടുക്കനുമല്ല. അവൻ ഗ്രഹിച്ചത് പഠിക്കുന്നു, പ്രകൃതിയെ പഠിക്കാൻ അവൻ ഫെയിലാണ്. ഇങ്ങനെ പഠിച്ച് ഫസ്റ്റ് മാർക്ക് എടുത്ത് അവിടെ പോയി ഇവിടെ പോയി ജോലി ചെയ്ത് കുറച്ച് കോട്ടും സൂട്ടൊക്കെ ഇടുന്നവനാണ് ഇതിൽ പെടുന്നത്, ഈ കെണിയിൽ പെടുന്നത്. ക്യാൻസർ എന്ന അസുഖം വെറും ഫംഗസാണ്. വളരെ സിമ്പിൾ ആയിട്ട് സാപ്പാട്ടിലൂടെ മാറ്റാം. 10 ആൾക്കാർക്ക് ഇപ്പൊ ക്യാൻസർ ആയി തുടങ്ങി. സത്യത്തിൽ ഇവർക്ക് നല്ല ബോധവൽക്കരണം വേണമെന്നാ പറയുന്നത്. ബോധവൽക്കരണം. ഈ ഭയമാണ്. അസുഖം വരുമ്പോൾ ഭയന്ന് പോകും. എന്നാൽ മുൻകൂട്ടി അത് കിട്ടുകയാണെങ്കിൽ, സ്കൂൾ പഠനത്തിൽ തന്നെ ഈ ക്ലാസ് കിട്ടുകയാണെങ്കിൽ, എന്നാൽ നിങ്ങൾ പറഞ്ഞ പോലെ എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചാൽ ഞാൻ വരും. ഈ ശരിക്കും ക്ലിയറൻസ് അല്ലാത്തവനെ എവനെയും കൊണ്ട് ക്ലാസ് എടുപ്പിക്കാൻ പാടില്ല. എന്തുകൊണ്ട് അറിയാം? കുട്ടികൾക്ക് നല്ല അടി ഫൗണ്ടേഷൻ കിട്ടണം, ക്ലിയർ ആകണം. എന്നാൽ കുട്ടികൾ പേടിക്കണ്ട. ഭാവിയിലേക്ക് മൊബൈൽ ബോയ്സ് ആണ് എന്ന് പറഞ്ഞാൽ. ഇത്രയും ആശയങ്ങൾ പറയുന്ന സുരേഷ് മേപ്പാടിന് ഒരുപാട് അറിവ് താങ്കൾ ഷെയർ ചെയ്തു, ഒരുപാട് ആശയങ്ങൾ താങ്കളുടെ ഉള്ളിലുണ്ട്. എന്തുകൊണ്ടാണ് പൊതുജനം താങ്കളെ പരിഹസിക്കുന്നത്, കളിയാക്കുന്നത്? ഇവിടെ നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്ന എല്ലാരെയും ഭ്രാന്തനായിട്ടേ കാണും. ഞാനിപ്പോ വേറൊരു കാര്യം, ഇപ്പോ ദുരന്തം നടന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ കണ്ടപ്പോ കരഞ്ഞു പോയി. അപ്പോ എന്റെ വയനാട്ടുകാരൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാ. ഇതിന്റെ മുമ്പേ ഭ്രാന്തനാണ്, കിറുക്കനാണെന്നൊക്കെ പറഞ്ഞിടുന്ന ആൾക്കാരാ, അയൽവാസികളടക്കം. ഞാനപ്പോ മുള്ളുവടി എടുത്തിട്ട് അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നടന്ന. എനിക്ക് ഇപ്പൊ തൃശ്ശൂര്, എറണാകുളം, കൊച്ചി, കോഴിക്കോട്, പിന്നെ അതല്ലാണ്ട് വയനാട്ടിൽ എല്ലാരും മോശം പറയല്ല, അങ്ങനെ ഉണ്ടായ ആൾക്കാരാ. ഇപ്പോഴും ഇങ്ങനെ പോയപ്പോ കരഞ്ഞു പോകുമ്പോ അഭിനയാണ്. അഭിനയിക്കാൻ സുരേഷ് മേപ്പാടി എവിടെയും പോകേണ്ട ആവശ്യമില്ല. സുരേഷ് മേപ്പാടി ഒരു സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ പോലും ഇല്ലാത്ത ആളാ. എന്താ തുടങ്ങാൻ ലക്ഷങ്ങൾ വേണം? വേണ്ട. എന്തുകൊണ്ട്? സുരേഷ് മേപ്പാടി ഒരു ക്രിയേറ്റർ അല്ല, എന്നാൽ അറിയുന്ന കാര്യങ്ങളെ പറയുന്നു. ഒരു കാര്യം ഞാൻ യൂട്യൂബ് വീഡിയോയിൽ കണ്ടിരുന്നു. സുരേഷ് മേപ്പാടിയുടെ അടുത്ത് വന്ന് ചികിത്സിച്ചിട്ട് ഷുഗർ ക്രമാതീതമായി കുറഞ്ഞ ആൾക്കാരുടെ, മറ്റുള്ള രോഗങ്ങളിൽ നിന്നും ആശ്വാസം കിട്ടിയ കുറച്ച് ആൾക്കാരുടെ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ ഞാൻ നേരിട്ട് അവരുടെ വീഡിയോസ് കണ്ടിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമുക്കൊരു 10 പേർക്കെങ്കിലും അസുഖത്തിന് മോചനം കൊടുക്കാൻ സുരേഷിന് പറ്റിയല്ലോ. അതന്നെ വലിയ കാര്യം. 10 വ്യക്തികളെ നിത്യരോഗികളാക്കിയല്ലോ ചെയ്തത്. അവരെന്താ, അവര് സന്തോഷം കൊണ്ടാ പറയുന്നത്. അവരെന്നെ പറയുന്നുണ്ട്, ഞങ്ങളെ 10 പേര് അസുഖങ്ങൾ മാറി. സുരേഷ് മേപ്പാടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ആളുടെ പ്രകൃതി ചികിത്സയിലാണ് മാറിയത്. അതോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അവർക്ക് സുരേഷ് മേപ്പാടിനെ പരിചയപ്പെടുത്താൻ പോലും ചെറിയ നാണക്കേടാത്ര. മനുഷ്യന് ഈഗോ ഉണ്ട് മനുഷ്യന്. കാരണം അസുഖമൊക്കെ മാറി ചിലപ്പോ ഈഗോ. ഇനിയിപ്പോ സുരേഷ് മേപ്പാടി ഫേമസ് അല്ല, ഇപ്പൊ ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്. വളരെ, ഞാൻ നോക്കിയെടുത്തോളം വളരെ ലളിതമായ ഒരു മനുഷ്യനാണ്. അപ്പോ അതുകൊണ്ടാണ് ചിലപ്പോ ഇപ്പൊ സുരേഷ് മേപ്പാടിക്ക് ഒരു വലിയ ബെൻസുകാരും വലിയ വീടൊക്കെ ഉണ്ടെങ്കിൽ സുരേഷ് മേപ്പാടിന് ചൂണ്ടിക്കാണിക്കും ചിലപ്പോ. കാരണം ആ ചേട്ടൻ പറഞ്ഞ ഇത് വെച്ചിട്ട് ഞാൻ പറയണത് കേട്ടോ. കാരണം 10 പേര് ഞങ്ങളുടെ അസുഖങ്ങൾ മാറി. ഇനിയിപ്പോ ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ അവരൊന്നും പരിചയപ്പെടുത്താൻ പറയാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞു. എനിക്ക് സത്യത്തില് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഒന്നും കൊണ്ടുപോകണമെന്നില്ല.
കൊണ്ടുപോകുന്ന നമ്മൾ നല്ല വിത്തിട്ട നല്ല പഴം തരുന്ന മരമായി അത് മുളച്ചിരിക്കും. മുൾച്ചെടിയിൽ വളർത്തിയാൽ അത് ഇന്നല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ ബ്ലോക്ക് ആക്കും, അതിനെ വെട്ടിക്കളയേണ്ടി വരും. അതേമാതിരി ഞാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ചികിത്സ എന്ന് പറഞ്ഞ ലൈഫ് സ്റ്റൈലാണ്. ലൈഫ് സ്റ്റൈലിലൂടെ അവന്റെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങളെ വിട്ടുവീഴ്ചകൾ ചെയ്താൽ ലൈഫ് ലോങ് ഗുളിക കഴിക്കണ്ട, കിഡ്നി മാറ്റണ്ട, ലിവർ മുറിക്കണ്ട, ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. അവൻ മാറാൻ തയ്യാറാകണം. അവന്റെ ഭക്ഷണ രീതിയില് ജീവിതക്രമത്തിൽ മാറ്റം വരുത്താൻ തയ്യാറാവണം. അത് ചെയ്യില്ല മനുഷ്യർ. അതാണ് അതിപ്പോ 50 വയസ്സെന്ന ചില ആൾക്കാർ നന്നായി നടന്ന ആൾക്കാർ കാല് മുറിക്കുക, കൈ മുറിക്കുക, കിഡ്നി മുറിക്കുക, ലിവർ മുറിക്കുക. എന്തുകൊണ്ട് 25 വയസ്സിലെടുത്തല്ലോ ലക്കേജ് 50 വയസ്സിലെടുക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ട്? അപ്പൊ അതേ ആഹാരമാണ് അവൻ കഴിക്കുന്നത്. 3 നേരം അന്ന് കഴിച്ച് പിന്നെ 4 നേരം കഴിക്കുക. അപ്പൊ രോഗിയായി, അവൻ നിത്യരോഗിയായി. ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം ഇനി വരുന്ന തലമുറക്ക് കൊടുത്തിരിക്കണം. സ്കൂളിൽ പഠിക്കാൻ പറ്റില്ലെങ്കിൽ പഠിപ്പിക്കണം, പറഞ്ഞു മതി. അപ്പോഴാണ് ഈ കരച്ചിലിന് ഭയങ്കര മിടുക്കന്മാരാ നമ്മുടെ നാട്ടില്. ബക്കറ്റ് പിരിവിന് മിടുക്കന്മാരാണ്. ഉണ്ടയും കടിയും ചോറൊക്കെ കൊടുക്കാനും മിടുക്കന്മാരാണ്. സൂക്കട് വന്നാൽ മാറ്റാനോ അതിനുള്ള നോർമൽ അതാ ഇതിനെ കറക്റ്റ് അമേരിക്കക്കാര് യൂസ് ചെയ്യാണ്. ഇവിടെ ഒരുപാട് പച്ചമരുന്നുകൾ ഉണ്ട്. ഇവന്റെ കണ്ണ് കെട്ടിക്കളയണം. അപ്പൊ ഇവൻ ഇംഗ്ലീഷ് ഫുഡ് കഴിച്ചോ, ഫുഡ് കഴിച്ചു, ചോറ് കഴിച്ചോ എന്ന് പറയുന്ന ഫുഡ് കഴിച്ചോന്നാ ആയിക്കോട്ടെ, ഇംഗ്ലീഷ് നല്ലതാ. എന്നാൽ അവന്റെ ശൈലി മാറി മാറി ഇവനെ തിന്നുകൊണ്ടിരിക്കുക. അവിടുന്ന് മലം കലക്കി വിറ്റുകൊണ്ട് തീറ്റിപ്പിക്കുക നമ്മളെ. അങ്ങനെയാണ് നമ്മൾ നിത്യരോഗിയാകണേ. അല്ല, ഇതൊന്നും കഴിക്കണം, വല്ലപ്പോഴും കഴിച്ചോളൂ. ഇത് ലൈഫ് ലോങ് ആക്കല്ല. എന്നിട്ട് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഈ കുട്ടിക്ക് പൈസ ഇത്ര വേണം, ഈ അമ്മയ്ക്ക് ഇത്ര വേണം, ഈ മകൻ ഇത്ര വേണം, കിഡ്നി മുറിക്കണം, ലിവർ മുറിക്കണം എന്നുള്ള പരസ്യം കാണുമ്പോ ഇവർക്കൊന്നും സ്കൂളിൽ പഠനം കിട്ടായിട്ടാണ്. ഇത് കാണുന്ന ടീച്ചർമാര്, ഇത് കാണുന്ന വ്യക്തികൾ ഓരോരുത്തരും ഈ വീഡിയോ ഷെയർ ചെയ്ത് മനസ്സിലായിക്കോണം. നിങ്ങൾ ഒരാൾക്ക് ഉപകാരം പണം കൊണ്ടല്ല, ഇങ്ങനത്തെ കാര്യങ്ങളെ മെസ്സേജുകളെ തലച്ചോറിൽ ഇട്ടുവെക്കൂ. നാളത്തേക്ക് ഗുണമാവും. നാളെ പിണമാകാണ്ട് സൂക്ഷിക്കാം. ഈ ചെറുപ്പക്കാർക്ക് എന്ത് മെസ്സേജാണ് ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ? ജങ്ക് ഫുഡുകളാണ് കണ്ടമാനം ആളുകൾ കഴിക്കുന്നത്. പിന്നെ അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞോളൂ ഷവർമയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ചെറുപ്പക്കാർ പിള്ളേരുടെ അടക്കം വയറ് ചാടി അല്ലെങ്കിൽ കൊളസ്ട്രോള്, ഷുഗർ, എല്ലാവർക്കും ഒരു 20 വയസ്സ് തൊട്ട് ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കുമ്പോ ഇങ്ങനെ ഇരിക്കണം, ഭക്ഷണം കണ്ടോ, ഒരു യോഗാസനമാണ്. ഭക്ഷണം കഴിക്കുമ്പോ ഇരുന്ന് ഡൈനിങ് ടേബിളിൽ അല്ലാണ്ട് നിലത്ത് പതിഞ്ഞിരിക്കുക. അപ്പോ ചമ്മണം പടിഞ്ഞിരിക്കുമ്പോ മൺശക്തികൾ ശരീരത്തിൽ കൂടെ കയറുന്നു. അതൊരു കുറച്ചിലായി കണ്ട. കാല് തൂക്കിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ശരിക്കും ഗുണം മൺശക്തികൾ മണ്ണിൽ എന്തൊക്കെയുണ്ടോ ആ ശക്തികൾ ദഹനശേഷി പെട്ടെന്ന് നടക്കും. ശരീരത്തിൽ മണ്ണ് ശക്തി കുറെ ഉണ്ട്. വയറ് ആകാശമാണ്. അങ്ങനെ ഓരോ സാധനങ്ങളും ഭൂമിയാണ്. അങ്ങനെയൊക്കെ പറയുന്നത് നമ്മളെ പ്രാന്തെന്ന് വിളിക്കില്ലേ സുരേഷ്? എനിക്കതാണ് മനസ്സിലാവാത്ത. വയറാകാശം എന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ മോഡേൺ മെഡിസിനിലുള്ള ആൾക്കാര് നമ്മളെ കളിയാക്കല്ലേ ചെയ്യുന്നത്. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഈ ആയുർവേദം പ്രകൃതി ചികിത്സ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സുരേഷ് പറഞ്ഞ യഥാർത്ഥമാണ്, അത് ശരിയാണെന്ന് മനസ്സിലാവും. ശരീരം ഭക്ഷണം അങ്ങനെ കഴിച്ചാൽ മാത്രം പോരാ, ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന് ആദ്യം പഠിക്കണം. സൂക്കട് വന്നിട്ട് എന്തോ എങ്ങനെ നോട്ടെ. സൂക്കട് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും അറിയാത്തവനാണ്. ഹൃദയത്തിന് ബലമല്ല, പേടിയൊക്കെ ഞാൻ മറ്റവൻ തരുന്ന ഗുളികയൊക്കെ പോയി വാങ്ങും. അവിടെ ഡോക്ടർ പറഞ്ഞ അപ്പൊ അവൻ ലാസ്റ്റ് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വെപ്രാളം കൊണ്ട് 10 ഗുളിക 10 മാസം കുടിക്കും. 10ാമത്തെ മാസം ഡോക്ടർ പറയും അതിനെ ഇനി ഡോസ് കൂട്ടണം, അമേരിക്കയിൽ നിന്ന് മരുന്ന് വന്നിട്ടില്ല, ഇല്ലെങ്കിൽ വരുത്തണം, ഇല്ലെങ്കിൽ ഓപ്പറേഷൻ വേണം. അവന് മുറിക്കാനല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല. ഇതാണ് മോഡേൺ മെഡിസിന്റെ സംഗതി. മുറിക്കാനല്ലാണ്ട് ഇത് പ്രകൃതി മെഡിസിൻ അങ്ങനെയല്ല. പ്രകൃതി നാച്ചുറൽ എല്ലാ ബ്ലോക്കുകളും എങ്ങനെ സിമ്പിൾ ആയിട്ട് ഒഴിവാക്കാം ലൈഫ് സ്റ്റൈലിലൂടെ, എങ്ങനെ ലൈഫ് സ്റ്റൈലിലൂടെ മാറ്റാം, അസുഖങ്ങൾ മാറ്റാം. എന്താ അറിയോ, ഇത് ചെറുപ്പം പോലെ ഇപ്പൊ ഹെൽത്തിൽ നിന്ന് ഗുളിക വാങ്ങി പഠിച്ചു, ഇവിടുന്ന് പഞ്ചായത്തിന് അവിടുന്ന് ചെക്കപ്പ്, പിന്നെ എലിപ്പനി, ഇതുപനി, ഇങ്ങനെ പനി കേട്ട് ഇവരുടെ ബ്രെയിൻ ഫുള്ളായിട്ട് മരുന്നില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്നാൽ ഇവന്റെ വീട്ടിന്റെ മുറ്റത്തുള്ള മരുന്നുകളെ ഇവൻ മറന്നു. ഇവന്റെ നാടിന്റെ ആദ്യകാല ആയുർവേദ സിസ്റ്റങ്ങളെ ഇവൻ മറന്നു. പ്രകൃതി സിസ്റ്റം ഇന്ന് ദുരിതം ഉണ്ടാകാൻ കാരണം എന്താ? എന്തുകൊണ്ട്? പ്രകൃതിയിൽ നിന്ന് കടലിൽ നിന്ന് ആവിയാക്കിയിട്ടാണ് ആകാശത്തേക്ക് മഞ്ഞ് പോകുന്നത്. മഞ്ഞ് പോകുന്ന ഈ മഞ്ഞ് മഴയായിട്ടാണ് പെയ്യുന്നത്, കൂളാക്കാൻ വേണ്ടി. എന്തിനു? കൂളാക്കാൻ വേണ്ടിയിട്ടാണ് മഴ. അപ്പൊ അന്നത്തെ ചൂട് ഇവിടെ നിന്നാ എന്തായിരിക്കും? നമ്മൾ താങ്ങും.
അന്നത്തെ സൂര്യന്റെ ചൂട് നമ്മൾ താങ്ങുമോ? അപ്പോ ഇതിന് ഉപരിയായിട്ട് പിന്നെ മനുഷ്യൻ പിന്നെ ബിൽഡിംഗ് വെച്ചു, അവിടെ ചൂട് നിൽക്കുന്നു, അപ്പൊ മഴ കുറഞ്ഞു. ഇങ്ങനെ പലതും സംഭവിക്കാം. വയറിന് ഇപ്പൊ 2 ദിവസം കല്ലുപോലെ ആഹാരം കഴിച്ച് 2 ദിവസം കക്കൂസ് പോയില്ല, എന്തായിരിക്കും സ്ഥിതി? ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ബ്ലോക്കായി, അപ്പൊ പ്രശ്നമായി, വേദനയായി, പ്രയാസങ്ങളായില്ലേ? ഇതേ വയറും ഭൂമിയും ഒരേപോലെയാ, ശരീരവും ഭൂമിയും ഒരേപോലെയാ. മരക്കഴുതകളായി നമ്മൾ വാഴരുത് ഒരിക്കലും. പണ്ടൊക്കെയാണ് അടിമത്ത രാജാക്കന്മാരുണ്ടായത് ഇവിടെ, അല്ല ബ്രിട്ടീഷുകാർ അടിമപ്പെടുത്തിയത്. അപ്പൊ അന്നത്തെ ആ ഭയം ഇനിയും ചെറിയ കുറെ വിഭാഗങ്ങളുടെ കയ്യിൽ മനസ്സിൽ ഉണ്ട്. അതാണ് ഈ ഗുളികയ്ക്കും മരുന്നിനും ഗവൺമെന്റ് മലം കലക്കി തന്നെ തിന്നരുതെന്ന്. എന്തിന് നമ്മുടെ ശരീരത്തിക്ക് ദഹിക്കോ, ഇത് നല്ലതാണോ ചീത്തതാണോ എന്നുള്ള പഠിക്കാനുള്ള ബുദ്ധിയും മെമ്മറിയും വേണം ഓരോ ചെറുപ്പക്കാർക്കും. വേലയ്ക്ക് അച്ഛൻ കെട്ടിയ വേലിയെ പൊളിക്കാൻ തയ്യാറല്ല അവൻ. എന്റെ പാരമ്പര്യ ആ സുഖത്തെ അവൻ പൊളിക്കാൻ തയ്യാറല്ല. മടിയൻ, മണ്ടൻ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന സുരേഷിനെ വിമർശിക്കുന്നവരോടും കളിയാക്കുന്നവരോടും എന്താണ്? നീ നിന്റെ ഭാവിയിലേക്ക് നല്ല വിത്ത്, നീ ഒന്ന് പഠിക്കേണ്ടത്, നല്ല വിത്ത് നട്ടാൽ നല്ല പഴം കിട്ടും. മുള്ളു വിത്ത് നട്ടാൽ അത് 10 കൊല്ലം കഴിഞ്ഞാൽ വെട്ടിക്കളയും. അപ്പോഴാണ് നമ്മൾ കരയുന്നത്, വേരോടെ എല്ലാരും പോയി എന്ന് പറയുന്നത്. 10 കൊല്ലം വളർത്തിയ മരം ഒറ്റയടിക്ക് വെട്ടിക്കളയേണ്ടി വന്നാൽ മുള്ളു കുത്തുമ്പോ വെട്ടിക്കളയല്ലോ. പഴങ്ങൾ തരുന്ന മരം ആരും വെട്ടിക്കളയാറില്ല. അത് പഴം കിട്ടുന്നുണ്ടല്ലോ, അതിന്ന് 1000 വിത്ത് കിട്ടുന്നുണ്ടല്ലോ. ഇതാണ് സുരേഷ് മേപ്പാടിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ ആര് വിളിച്ചാലും ഞാൻ തയ്യാറാണ്. അതായത് സുരേഷ് മേപ്പാടി ഇപ്പൊ പറഞ്ഞത് നമ്മൾ കേട്ടുമല്ലോ. അദ്ദേഹം ഈ ആയുർവേദ ചികിത്സകള് അതിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി കോളേജുകളിലും സ്കൂളുകളിലൊക്കെ പോയി ക്ലാസ് എടുക്കാൻ, ഇതിനെക്കുറിച്ച് പാഠ്യ വിഷയം പോലെ ക്ലാസ് എടുക്കാൻ പോലും അദ്ദേഹം തയ്യാറാണെന്നാണ് ഈ നമ്മുടെ ഈ വീഡിയോയിലൂടെ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. വയനാട്ടില് മേപ്പാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് സുരേഷിന്റെ വീട് വരുന്നത്. ഇങ്ങനെയുള്ള അസുഖങ്ങൾ, ഇങ്ങനെ പലതരം അസുഖത്തിൽ പെട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് സുരേഷിന്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ ഞാൻ നമ്മുടെ ഈ വീഡിയോയില് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ സുരേഷിന്റെ ചികിത്സ വേണം എന്ന് തോന്നുന്നവർ അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടാം. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മേപ്പാടി അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട് വരുന്നത്. വിപിൻ ഈ വീഡിയോ ചെയ്യാൻ കൂട്ടാക്കിയ വിപിന് ഒരുപാട് നന്ദിയുണ്ട്. ഇത് ഒരുപാട് കയ്യിൽ മെസ്സേജ് ആക്കി എത്തട്ടെ. എന്തായാലും സുരേഷ് മേപ്പാടിയുടെ വീഡിയോ എല്ലാരും കാണട്ടെ. വിമർശിക്കുന്നവര് വിമർശിക്കട്ടെ, കളിയാക്കുന്നവര് കളിയാക്കട്ടെ, കുറ്റം പറയട്ടെ. പക്ഷെ ഒരുപാട് പേര് അത് ഉൾക്കൊള്ളുന്ന ആളുകളുണ്ട്. ഇപ്പൊ സുരേഷ് മേപ്പാടി പറഞ്ഞ 100% എല്ലാ കാര്യങ്ങളും യോജിപ്പില്ലെങ്കിലും അവനാന്റെ റേഷ്യോയിൽ എടുക്കുന്ന ആളുകളുണ്ട്. കാരണം നമ്മള് മനുഷ്യൻ പ്രകൃതിയില് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന മനുഷ്യന് അസുഖങ്ങളില്ല, രോഗങ്ങളില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഇത്ര നേരം നമുക്ക് ഒരുപാട് സമയങ്ങൾ, ഒരുപാട് അറിവുകൾ പങ്കുവെച്ച സുരേഷ് മേപ്പാടിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി.